മഹാഗണപതി ക്ഷേത്രം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മൾ തത്സമയം പോയി. ഇപ്പോൾ പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വീണ്ടും പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സൂചകമായി പാളയത്ത് 3 ആരാധനാലയങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പാളയം ഗണപതി ക്ഷേത്രം. അവിടെ തിരക്ക് കൂടി തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? കൃഷ്ണജ, രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള തിരക്കും ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലൊരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് കയറി നിന്ന് ഒരു ദർശനം നടത്താനോ അത്രയധികം ആളുകൾക്ക് തങ്ങി നിൽക്കാനോ പറ്റിയൊരു സ്ഥലമല്ല. തിരക്കേറിയ പാളയം ടൗണിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗത്ത് തന്നെയുള്ള ക്ഷേത്രമാണ്. എന്തായാലും ആളുകൾ എത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാളും തിരക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഒരു കാരണം കൂടി ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് വന്ന നവീകരണ പ്രവർത്തനങ്ങളാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്, മുൻപ് എത്രത്തോളം ഈ പറഞ്ഞ രീതിയിൽ തിരുവനന്തപുരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായി ഉയർത്തിക്കാട്ടിരുന്ന സ്ഥലമായിരുന്നുവെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ അല്പം അപകർഷത ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് പള്ളിയും മോസ്കും ഒക്കെ മാർബിളിലും വെള്ളക്കല്ലിലും ഒക്കെ വലിയ പ്രൗഢിയോടെ നിൽക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയൊരു കെട്ടിടമായിട്ടായിരുന്നു മുൻപ് ഈ പാളയത്തെ ഈ ശക്തിവിനായക ക്ഷേത്രം നിലനിന്നിരുന്നത്. കാരണം ക്ഷേത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ക്ഷേത്രം ഉണ്ടോ എന്നറിയണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പുകച്ഛായ മാറ്റാൻ മുൻപ് കാലത്ത് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഈ സ്വാമി സത്യാനന്ദ സരസ്വതികളുടെയൊക്കെ കാലത്ത് ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിനൊക്കെ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ദേവസ്വം ബോർഡൊക്കെ വലിയ ഉടക്കൊക്കെ ഇട്ടിരുന്നു. അതിനൊക്കെ ശേഷം പിന്നീട് ജനന്റിയുടെ MD ആയിട്ടുള്ള ചെങ്കൽ ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാൻ ചെങ്കൽ രാജശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് 50 അടി ഉയരത്തിലും 20 അടി വീതിയിലും ഇത്തരമൊരു ഗോപുരം ഇവിടെ ഉണ്ടാകുന്നത്. ആ ഗോപുരത്തിൽ 18 അടി ഉയരത്തിൽ വളരെ പ്രൗഢിയോടെയുള്ള ശംഖചക്ര ഗതാധാരിയായ ഗണപതിയുടെ പ്രതിഷ്ഠ വരുന്നത്, വിഗ്രഹം വരുന്നതും അതിനൊരു വല്ലാത്തൊരു ആകർഷകത്വം ഉണ്ടാകുന്നതും. എന്തായാലും ഇപ്പോൾ അത് ക്ഷേത്രത്തിന് വലിയൊരു പ്രൗഢി കാണാം. ആ ഒരു തിരുവനന്തപുരം നഗരത്തിൽ പള്ളിയും മോസ്കുമൊക്കെ തലയുയർത്തി നിൽക്കുന്ന അതേ പ്രൗഢിയോടെ ഗണപതി ഭഗവാനും തലയുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയും. അത്ര വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഏതാണ്ട് ഈ പഴയ തിരുവിതാംകൂറിൻ്റെ നായർ ബ്രിഗേഡിൻ്റെയൊക്കെ കാലത്തെ ചരിത്രം ക്ഷേത്രത്തിന് പറയാനുണ്ട്. അന്ന് പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം മാറ്റുന്ന സമയത്ത് അന്ന് നായർ പടയാളികൾ ഒപ്പം കൊണ്ടുവന്ന ഗണപതി വിഗ്രഹങ്ങളിൽ ഒന്ന് പഴവങ്ങാടിയിലും ഒന്ന് പാളയത്തും ഇരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ